ഒരു പ്രധാനപ്പെട്ട കേസിൽ കോടതിയിൽ ഹിയറിംഗിനിരിക്കുന്ന ജിൻമാനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. അന്ന് അവന്റെ അമ്മയുടെ ഫ്യൂണറൽ ദിവസം ഒരു കോൾ വന്നിരുന്നല്ലോ. നിനക്ക് എങ്ങനെ എൻ്റെ നമ്പർ കിട്ടി? അതല്ല ഇമ്പോർട്ടൻറ്റ്. ഡെയിൽ ജീവനോടെ ഉണ്ട്. എൻ്റെ ഫാമിലിയെ തേടി ഫ്യൂണറൽ ഹാളിലേക്ക് വരുന്നുണ്ട്. ജിയാനെ നീ സംരക്ഷിക്കണം. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് ജിൻമാൻ വഴിയിൽ വെച്ച് ഒരു കാർ ആക്സിഡന്റിൽ പെട്ടത് കൊണ്ട് സ്റ്റക്കാവുന്നു. റിവേഴ്സ് എടുക്കാൻ ഒരുങ്ങിയതും ഒരു വലിയ ലോറി വന്നിരിക്കുന്നു. പിന്നാലെ നിറയെ വെടിയൊച്ചകളും. അതെ, ശത്രുക്കൾ എത്തിച്ചേർന്നിരുന്നു. ഷെഡിനുള്ളിലേക്ക് കയറി മിസ്റ്റർ കിമ്മിന്റെ ടീം ആയുധങ്ങളുമായി പല ഭാഗങ്ങളിൽ ജാഗരൂകരായി നിൽക്കുന്നു. പെട്ടെന്നാണ് അവിടുത്തെ ലൈറ്റ് അണയുന്നത്. ദാ വീണു വെടികൊണ്ടൊരാൾ. അതെ, നമ്മുടെ മീന പണി തുടങ്ങിയിരുന്നു. ഇരടിത്തും കാണാൻ പറ്റുന്ന തോക്കായിരുന്നു അവളുടേത്. വെടിവെച്ച ഡയറക്ഷൻ അനുസരിച്ച് രണ്ടാമത്തെ നിലയിലാണ് അവളെന്ന് അനുമാനിച്ച് അവർ നിർത്താതെ അങ്ങോട്ടേക്ക് വെടിവെക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മീന എപ്പോഴും അവിടെ നിന്ന് മാറിയിരുന്നു. പിന്നെ അങ്ങോട്ട് അവളുടെ വിളയാട്ടമായിരുന്നു. ഓരോരുത്തരെയായി അവൾ നോട്ട് ചെയ്തു തുടങ്ങുന്നു. ഒരുത്തൻ വലിയ കാര്യമായി മുന്നോട്ട് തോക്കും പിടിച്ച് മുന്നോട്ട് നടക്കുവാണ്. അവന് തൊട്ടു മുകളിലുണ്ടായിരുന്ന മീന. അവൻ മുകളിലേക്ക് നോക്കിയതും അവിടെ ശൂന്യം. നേരെ തിരിഞ്ഞതും ദാ ഒറ്റ വെട്ടിന് അവനെ അവൾ കൊല്ലുന്നു. അങ്ങനെ ഓരോരുത്തരുടെയും കട്ട ചോരയാണ് പെണ്ണിന്റെ മുഖത്തേക്ക് തെറിക്കുന്നത്. അതൊക്കെ വിയർപ്പ് തുറയ്ക്കുന്ന രാഘവത്തോടെ അവൾ തുടച്ചു കളയുന്നു. വെട്ടം കിട്ടാനായി അപ്പോഴേക്കും ബാക്കിയുള്ളവർ മുകളിലേക്ക് വെടിവെച്ചിരുന്നു. ഓരോ ഊട്ടയിലൂടെയും വെട്ടം വീഴുന്നു. എന്നാൽ അപ്പോഴേക്കും മിസ്റ്റർ കിം ഒഴികെ ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടിരുന്നു. മിസ്റ്റർ കിമ്മിനെ അത്ര പെട്ടെന്ന് നമ്മുടെ മിനിക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. ചുമ്മാതല്ലല്ലോ അയാൾ ലീഡറായത്. അവസാനം അവളെ മലർത്തി കിടത്തി കുത്തൻ കത്തിയുമായി അയാൾ ചെല്ലുന്നുണ്ടെങ്കിലും ചോര തുപ്പി അയാൾ മരിക്കുന്നു. മിനി ഉപയോഗിച്ച വിഷക്കത്തിയുടെ ഫലമായിരുന്നു അത്. ഹലോ ജിയാൻ, ഐ ആം ബ്രദർ. അയാൾ ഒരു ഹാൻഡ് കഫ് എറിഞ്ഞു കൊടുത്തിട്ട് ജോങ്ങിന്റെ കയ്യിൽ ഇടാൻ പറയുന്നു. ജിയാൻ അത് ഇടാൻ പോകുന്ന പോലെ ഭാവിച്ചിട്ട് സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ട് ബ്രദർ എന്ന് സ്വയം പരിചയപ്പെടുത്തി അയാളെ അടിച്ചിരുന്നു. ബോധം പോയ അയാളുടെ മുഖം മൂടിയും അവൾ മാറ്റി നോക്കുന്നു. ജിയാന്റെ ഹൈസ്കൂൾ പഠന കാലത്ത് അവൾക്കൊരു ചെറിയ ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് അവൻ അവളെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവിടുന്നു. എന്ന് ഞാൻ പോട്ടെ? അങ്ങനെ അങ്ങ് പോവുകയാണോ? പിന്നെ നീ ഒരു മണ്ടി തന്നെ. അവൻ പതിയെ അവളുടെ നേരെ അടിക്കുന്നു. ചെക്കൻ കിസ് ചെയ്യാനുള്ള പരിപാടിയാണ്. പെട്ടെന്നാണ് ജിയാൻ ചാരി നിന്ന് വാതിൽ തുറക്കപ്പെടുന്നത്. ധാ നിൽക്കുന്നു ജിൻമാൻ. അതെ, ജിൻമാൻ തന്നെ. അവൻ ആ ചെക്കനെ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്നു. ഇതെന്റെ അങ്കിളാ. ഓ ഹലോ അങ്കിൾ. ടീനേജറായി നീ വണ്ടി ഓടിക്കുന്നത് തെറ്റല്ലേ? എന്ത് നിന്റെ ലൈസൻസ്? എന്താ ജിൻമാനെ, നിനക്ക് പിള്ളേരെ ലവിഡോവി ആവുന്നത് പിടിക്കുന്നില്ലേ? ജിൻമാന്റെ കൂട്ടുകാരനായ പസിനായിരുന്നു അത്. ആ ചെക്കൻ നൈസായി അവിടുന്ന് വലയുന്നു. പിന്നീടും അവളെ കാണുന്നുണ്ടെങ്കിലും അവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ജിയാൻ ജിൻമാനോട് തന്റെ ഒരേ ഒരു ഫ്രണ്ടായി അവനെ നോക്കി പേടിപ്പിച്ച് തങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തകർത്തത് എന്തിനാണെന്നും തന്റെ ട്യൂട്ടറെ വിരട്ടി ഓടിച്ച് റിസൈൻ ചെയ്യിപ്പിച്ചത് എന്തിനാണെന്നും കൂടാതെ ഇന്നലെ വന്ന തന്റെ ലവറിനെ എന്താണ് ചെയ്തതെന്നും ചോദിക്കുന്നു. നോക്കു ജിയാൻ, നിന്റെ ഒരേ ഒരു ഫ്രണ്ട് വാച്ചടിച്ചു മാറ്റി. അതുറപ്പാക്കാൻ ഞാൻ അവളെ നോക്കി. അപ്പൊ തന്നെ അത് തിരികെ തന്നിട്ട് അവൾ ക്ഷമ പറഞ്ഞു പോയി. പിന്നെ ആ ട്യൂട്ടർ അയാൾ ഇവിടുന്ന് ക്വിറ്റ് ചെയ്തിട്ട് ഒരു വീക്ക് തികയും മുമ്പ് മോൾ സ്റ്റേഷന് പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നെ ഇന്നലത്തെ ആ പയ്യൻ, അവൻ തീരെ കൊള്ളില്ല. ലൈസൻസ് ഇല്ല, ബൈക്കിന് CC ഇല്ല, പിന്നെ സിഗരറ്റിന് നല്ല വാടകയും. ഓ എൻ്റെ ദൈവമേ. താൻ ഒരുപാട് പാർട്ട് ടൈം ജോലി ചെയ്യുന്നത് ഇവിടുന്ന് മാറി സ്വന്തമായി ജീവിക്കാനാണെന്നും മറ്റു കുട്ടികളെ പോലെ ഫ്രണ്ട്സുമായി ഹാങ് ഔട്ട് ചെയ്യാനും ഡേറ്റ് ചെയ്യാനും തനിക്ക് ആഗ്രഹമുണ്ടെന്നും അവൾ പറയുന്നു. ശരി, ഒരു ബെറ്റ് വെക്കാം. എൻ്റെ ഈ മുഖം കണ്ടോ? അതിലൊന്ന് അടിക്കാം. എങ്ങനെ ഈ വീട്ടിൽ നിന്ന് മാറി താമസിച്ചോ? ചെറിയച്ഛനത് കളിക്കുവാണോ? തൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണ് മരിച്ചതെന്ന് അവൾ ചോദിക്കുന്നു. സത്യം പറയാൻ ടൈം ആയല്ലോ ചെറിയച്ഛ. നീ ഞാൻ പറഞ്ഞ് ബെറ്റ് ചെയ്യുന്നു. സീരിയസ് ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്ത് കളിയാക്കുവാണോ? അവൾ അവനെ അടിക്കാനായി ഒരുങ്ങുന്നു. നീ നല്ല സ്ലോ ആണ് ജിയാൻ. അവൻ ഒഴിഞ്ഞു മാറുന്നു. അവളുടെ കാലിടിച്ച് നിലത്തും വീട്ടുന്നു. ആ പാത്രവും കഴുകി വെച്ചേക്ക് കേട്ടോ. ജിയാനാകെ ദേഷ്യപ്പെട്ട് അവനെ നോക്കുന്നു. പിറ്റേന്ന് ഗുഡ്സ് ഇറക്കുന്ന വണ്ടിയൊക്കെ വിജയകരമായി ഓടിച്ചിരിക്കുമ്പോഴാണ് സൈഡിൽ നിന്ന് ചെറിയച്ഛനെ ജിയാൻ ശ്രദ്ധിക്കുന്നത്. ഒന്നും നോക്കാതെ അവൾ റിവേഴ്സ് ഗിയറിൽ അവന് നേരെ വണ്ടി എടുക്കുന്നു. വണ്ടി നിർത്തിയിട്ട് അവനെ അവൾ അടിക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും പുഷ്പം പോലെ ജിൻമാൻ അതൊഴിവാക്കി മുകളിലേക്ക് ചാടുന്നു. ആ വണ്ടി വീട് തിരിച്ചിട്ടിട്ട് ഫുഡ് കഴിക്കാൻ വാ കേട്ടോ. ആകെ നാണം കെട്ട് അവന് പുറകെ അടിക്കാൻ ചെന്ന ജിയാനെ പസിൻ തടയുന്നു. എന്താ ജിയാനിത, സ്വന്തം കുടുംബവുമായിട്ട് അടിയുണ്ടാക്കുന്നു? തീരെ മോശം. അവളെ അവൻ മുറുകെ പിടിക്കുന്നു. ജിൻമാനിൽ നിന്ന് സമ്മതം കിട്ടിയതോടെ അവൻ അവളെ മുറുകെ പിടിച്ച് അവസാനം നമ്മുടെ ജിയാന്റെ ബോധമേ പോകുന്നു. ബോധം വന്നു വിടുന്ന ജിയാൻ കണ്ടത് ഒന്നും സംഭവിക്കാത്തതുപോലെ ജോലി ചെയ്യുന്ന പസിനെയും ജിൻമാനെയുമാണ്. എങ്ങനെ എങ്ങനെ ഒരു ചെറിയച്ഛൻ അയാളുടെ നീസിനെ ബോധം കെടുത്താൻ തോന്നും? ഞാനല്ല, ഇവനാ നിന്റെ ബോധം കെടുത്തിയെ. പസിന് എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു പോകുന്നു. കള്ള, നീ പറഞ്ഞിട്ടല്ല ഞാൻ അങ്ങനെ ചെയ്തത്. ഇതെല്ലാം കണ്ടിട്ട് ഭ്രാന്തി പിടിച്ചിട്ട് ജിയാൻ അവിടെ നിന്ന് പോകുന്നു. രാത്രി പസിൻ നടത്തുന്ന ഹോട്ടലിലേക്ക് ചെന്നിട്ട് ജിയാൻ അയാളോട് രാവിലെ അവളെ ചെയ്തത് പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിക്കുന്നു. പസിൻ നല്ല ഒരു അടിപൊളി ഫൈറ്ററാണ്. അപ്പൊ നിന്നെ ഞാൻ ഫൈറ്റിംഗ് പഠിപ്പിക്കണമല്ലേ? അതെ. എന്നിട്ട് നിനക്ക് ജിന്മാനെ അടിക്കണമല്ലേ? അതെ. അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ നീ അടിക്കുന്നതായിരിക്കും ഇതിലും നല്ലത്.
അത് ചീറ്റിംഗ് അല്ലേ? കൂടാതെ ഭയങ്കര ഈസിയാണല്ലോ. പ്ലീസ് പ്ലീസ് എന്നെ ഒന്ന് പഠിപ്പിക്കുക. പസിൻ അവളോട് താൻ പഠിപ്പിക്കാമെന്നും പക്ഷെ പൈസ വേണമെന്നും പറയുന്നു. 50,000 വോൺ വേണം. എങ്ങനെ നോക്കിയാലും എനിക്ക് ആകെ 5,000 വോണെ ഒപ്പിക്കാൻ പറ്റൂ. കുഴപ്പമില്ല, ഓക്കെ. അവൻ അവളെ പിന്നാമ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഫസ്റ്റ് ലെസൺ. ഇപ്പം നമ്മൾ തുടങ്ങുവാണോ? എന്നെ തടയാൻ നോക്കുക. അവൻ ഒറ്റയിടി എടുക്കുന്നു. ജിയാൻ ബോധം പോയി. ബട്ട് ജിയാൻ അങ്ങനെ തളരില്ല കേട്ടോ. അവൾ ഡെയിലി പ്രാക്ടീസിന് വരുന്നു, ഒരുപാട് കഷ്ടപ്പെടുന്നു, ദിവസവും ഒരുപാട് കിലോമീറ്റർ ഓടുന്നു. ഭയങ്കര സ്ലോ ആണ്, ഒച്ചിനെ പോലെ. നീ ഒരു ഒച്ച തന്നെ. ഇതിനിടെ അവൾ ജിൻമാനെ അടിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും നോ രക്ഷ. ഒരു ദിവസം പൈപ്പിന്റെ കീഴിലിരുന്ന് അവനെ അവൾ അടിക്കാൻ നീങ്ങുന്നുണ്ടെങ്കിലും ഹോസ് അവൻ വലിച്ചെടുത്തപ്പോൾ അതിൽ കുരുങ്ങി എടുക്കുന്നു അവൾ നിലത്ത്. അങ്ങനെ പതിയെ പതിയെ ജിയാൻ നല്ലൊരു ഫൈറ്ററായി മാറുന്നു. ഒരു ദിവസം രാത്രി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരികെ നടക്കുമ്പോഴാണ് അവളുടെ കൂടെ പഠിക്കുന്ന പഴയ കൂട്ടുകാരെ കുറച്ച് കുട്ടികൾ തടഞ്ഞു വെച്ച് ഉപദ്രവിക്കാൻ ഒരുങ്ങുന്നത് കാണുന്നത്. ജിയാൻ അങ്ങോട്ടേക്ക് വന്നതും അവൾ അവരുടെ അടുത്ത് നിന്നോട് രക്ഷപ്പെടുന്നു. അതോടെ ആ പിള്ളേർ ജിയാനെ നേരെ തിരിയുന്നു. നമ്മുടെ ജിയാനാകട്ടെ ഫൈറ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നു. നീ എന്താ ബോക്സറാണോ? അവൻ മുന്നോട്ട് വന്നതും ജിയാൻ ഒറ്റയടിക്ക് നിലത്തിരുന്നു. അവൾ തന്നെ അത് കണ്ടു ഞെട്ടുന്നു. കാരണം ഇതുവരെ തന്നെ ഫൈറ്റിംഗ് കഴിവുകൾ അവൾ പ്രാക്ടിക്കലാക്കിയിട്ടില്ലായിരുന്നു. പെട്ടെന്നാണ് അതിലൊരുത്തൻ കത്തിയെടുക്കുന്നത്. ജിയാൻ എന്തും വരട്ടെ എന്ന് പറഞ്ഞു നിൽക്കുന്നു. അപ്പോഴേക്കും ജിൻമാൻ വന്ന് അവനെ അടിച്ചിരുന്നു. കൃത്യസമയത്ത് പോലീസും അങ്ങോട്ടേക്ക് വരുന്നു. ഓടിപ്പോയ ആ കുട്ടിയായിരുന്നു പോലീസിനെ വിളിച്ചുകൊണ്ട് വന്നത്. തിരികെ പോകുമ്പോൾ ജിൻമാൻ ജിയാനോട് ഫൈറ്റ് ചെയ്യാൻ പഠിച്ചു എന്ന് കരുതി കത്തിയും കൊണ്ട് നിൽക്കുന്ന ആൾക്കാരെ തോൽപ്പിക്കാമെന്ന് കരുതരുതെന്ന് പറയുന്നു. എന്നെ പസിന്റെ കടയുടെ അവിടെ ഇറക്കിയേക്കാം. കടയുടെ മുന്നിൽ വലിയൊരു ആൾക്കൂട്ടമുണ്ടായിരുന്നു. പസിൻ പൈസ കൊടുക്കാനുള്ളവരായിരുന്നു അവരെല്ലാം. പസിൻ പെട്ടിയും പ്രമാണവും എടുത്ത് സ്ഥലം കാലിയാക്കിയിരുന്നു. ജിയാന് വേണ്ടി ഒരു കത്തവൻ എഴുതി വെച്ചിരുന്നു. നീ ഇപ്പോൾ ഒച്ചല്ല ജിയാൻ. അത് കണ്ട് അവൾ ചിരിക്കുന്നു. ഇത് നിന്റെ കോളേജല്ല ജിയാൻ? അവിടെ നിന്നിരുന്ന ഒരുപാട് ക്യാമറ സ്ക്രീനുകളിൽ ഒന്നിൽ നോക്കി ജോങ് പറഞ്ഞു. അവളുടെ കോളേജിലെ ബാത്റൂമിൽ വരെ ഉണ്ടായിരുന്നു ക്യാമറ. ഡാ വൃത്തികെട്ടവനെ. ജിയാൻ അയാളെ ചവിട്ടുന്നു. എത്ര നാളെ നീ എന്നെ വാച്ച് ചെയ്യുക? ആരാ നീ? അതിനുള്ള ടൈമല്ലേ ഇത് ജിയാൻ. നിനക്ക് മരുന്നും ബുള്ളറ്റുകളും ആവശ്യമാണ്. പെട്ടെന്ന് ജോങ് ലൈറ്റ് ഓൺ ആക്കുന്നു. തനിക്ക് ഒരുപാട് നേരം ലൈറ്റ് എക്സ്പോഷർ പറ്റില്ല എന്ന് ബ്രദർ പറയുന്നു. അയാൾക്ക് ദേഹം മുഴുവൻ മറയുന്ന രീതിയിൽ തുണിയിട്ട് കൊടുക്കുന്നു ജിയാൻ. ജിയാൻ ഈ വീട്ടിൽ വന്നത് ജൂൺ 26, 2009. ഞാൻ വന്നത് ജൂൺ 20, 2009. ജോങ് അയാളുടെ വായിൽ തുണി കുത്തി കയറ്റുന്നു. ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്ന സിമ്പതിക്ക് വേണ്ടിയാ? ഒരു വെപ്പൻ ഷോപ്പിൽ എന്തിനാണ് ഇത്ര വലിയ കമ്പ്യൂട്ടർ സംവിധാനങ്ങളും സെർവറുകളും എന്നവൻ ആലോചിച്ച് നിൽക്കവേ കേട്ടിടിച്ച ബ്രദർ ജിയാനോട് അവന് വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ട് ഓടുന്നു. അവൾ അവന്റെ പുറകെ പോകുന്നു. തോക്കുമെടുത്ത് ജോങ്. എന്നാൽ ജിയാൻ ഒരു കുഴിയിൽ വീഴുന്നു. അയാൾ അത് റിമോട്ട് വെച്ച് അടയ്ക്കുകയും ചെയ്യുന്നു. ശേഷം ലൈറ്റും ഓഫാക്കുന്നു. ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് നടന്ന ജോങ്ങിനെ ഈസിയായി ബ്രദർ മയക്കുന്നു. ഇതെല്ലാം കുഴിയിലെ CCTVയിലൂടെ ജിയാൻ കാണുന്നുണ്ടായിരുന്നു. ജോങ്ങിനെ ഒരിടത്ത് കെട്ടിയിട്ടിട്ട് ബ്രദർ നിലത്ത് എന്തോ ഒരു ബുക്കുമായി കുത്തിയിരിക്കുന്നു. അതോടെ ആ ക്യാമറ മുഴുവൻ അയാൾ നിറയുന്നു. ജിയാൻ ആ ഡ്രോയർ തുറന്ന് അതിലെ ബുക്ക് എടുക്കുക. മറ്റു മാർഗമില്ലാതെ അവൾ അതെടുക്കുന്നു. പെട്ടെന്ന് അയാൾ ആ ബുക്ക് വായിക്കുന്നു. ഒന്ന്, മർദ ഹെൽപ്പിന്റെ ഓണർ ജിൻമാൻ മരിച്ചാലോ എന്തെങ്കിലും കാരണത്താൽ മാറി നിൽക്കേണ്ടി വന്നാലോ അദ്ദേഹത്തിന് അനന്തരവൽ ജിയാൻ മർദ ഹെൽപ്പ് ഏറ്റെടുക്കണം. 2, ജിയാന് മർദ ഹെൽപ്പ് ഏറ്റെടുക്കാതിരിക്കാം. 3, അങ്ങനെ അയാൾ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. 10, ജിയാൻ മർദ ഹെൽപ്പ് ഏറ്റെടുത്താൽ ഇവിടുത്തെ എംപ്ലോയി എന്ന നിലയിൽ ഞാൻ ജിയാൻ പറയുന്നതെല്ലാം അനുസരിക്കും. അത് കേട്ടതോടെ ജിയാൻ താൻ ഏറ്റെടുക്കാമെന്നും തന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കാനും അയാളോട് എഴുതി കാണിക്കുന്നു. അങ്ങനെ ജിയാൻ പുറത്തെത്തുന്നു. ബോസാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തത്, എന്നെ ഫോളോ ചെയ്യാം. അയാളുടെ പോക്കറ്റിൽ കിടന്ന തോക്കെടുത്തിട്ട് ജോങ്ങിനെ അടച്ചു വീഴാൻ അവൾ പറയുന്നു. ഇല്ല, ഞാനിത് ചെയ്യില്ല. അതിനൊരു കാരണമുണ്ട്. എന്താ? ബോസ് മരിച്ചത് ജോങ് കാരണമാ. ജിയാൻ ഞെട്ടുന്നു. ജോങ്ങിനെ അടിച്ചു വിട്ടതും അവൻ ബ്രദറിനെ അടിക്കുന്നു. ജിയാൻ അവരെ നേരെ തോക്ക് നീട്ടിയിട്ട് നിർത്താൻ പറയുന്നു. ജിയാൻ ഇയാളെ വിശ്വസിക്കുവാനോ? ഞാൻ നിന്റെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നില്ലേ? ഇവ വന്നതിന് ശേഷമാ ബോസ് മരിച്ചത്. നിർത്തടാ ജിയാൻ. ഞാനല്ലേ നിനക്കാ ഫോൺ തന്നത്? അങ്ങനെയല്ലേ നമ്മളിതെല്ലാം അറിഞ്ഞത്? ഞാൻ നിന്റെ അങ്കിളിനെ കൊല്ലുമോ? നിക്ക് ജോ, ബ്രദർ പറയട്ടെ. ആ കമ്പ്യൂട്ടറിലുള്ള ഫയൽ തുറന്ന് നോക്കുക, അതിലെല്ലാം ഉണ്ട്. ജിയാൻ അത് തുറക്കാൻ ഒരുങ്ങിയതും ജോങ് അങ്ങനെ ചെയ്യരുതെന്നും അതിൽ ഞെക്കിയാൽ എല്ലാ ശത്രുക്കളും ഉള്ളിൽ കയറുമെന്നും പറയുന്നു. അല്ല ജിയാൻ, തുറക്കത്. ജിയാൻ ആകെ ആരെ വിശ്വസിക്കാതിരിക്കണം എന്നറിയാതെ നിന്നു പോകുന്നു. ജിയാൻ, നീ എന്ന ബേസ്മെന്റിൽ കുടുങ്ങിയപ്പോൾ ഞാൻ അങ്കിളിനോട് പറഞ്ഞത് നീ എവിടെ ഉണ്ടെന്ന്. അത് നീ മറക്കരുത്. അതെ, ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്. ജിയാൻ അതിൽ വീഴുന്നു. അവൾ അപ്പോൾ പണ്ട് വഴിയിൽ കിടന്നൊരു പൂച്ചയെ എടുത്ത് വളർത്താൻ ഒരുങ്ങിയപ്പോൾ ജിൻമാൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നു. നീ അതിനെ വളർത്താനുള്ള തീരുമാനമാണ് എടുത്തത്. ആ തീരുമാനത്തിനൊപ്പം ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകും. നീ അത് ഏറ്റെടുക്കാൻ തയ്യാറാവണം. ക്യാമറ സ്ക്രീനിൽ ചോറ് വാർന്നൊഴുകി നിൽക്കുന്ന മിനിയെ അവൾ കാണുന്നു. നീ ഇപ്പം മിനിക്ക് മെഡിസിനും ബുള്ളറ്റും കൊടുക്കുക. ബ്രദർ പോകാനായി ബാഗൊക്കെ ഇടുന്നു. ഇതൊരു ഗിഫ്റ്റാണ്. അവൻ അവിടെ ഒരു ഗ്ലാസ് വെക്കുന്നു. പോകാനിറങ്ങി അവൻ വീണ്ടും തിരികെ വന്നിട്ട് എന്ത് സാഹചര്യമായാലും ഇവിടെ വിട്ട് വരരുതെന്ന് പറയുന്നു. അയാൾ പോയതിനു ശേഷം ജിയാനെ കെട്ടിപ്പിടിച്ച് നന്ദി പറയുന്നു. നന്ദിയുണ്ട് ജിയാൻ എനിക്ക്. പക്ഷെ നിനക്കറിയാമോ, അന്ന് ബേസ്മെന്റിൽ നിന്നെ പൂട്ടിയിട്ടത് ഞാനായിരുന്നു.
തന്റെ കയ്യിൽ കരുതിയ ഡ്രഗ് അവനവൾക്ക് കുത്തിവെക്കുന്നു. ടോങ്ങിന്റെ മറ്റൊരു മുഖമായിരുന്നു ബോധം മറിഞ്ഞുകൊണ്ടിരുന്ന ജിയാൻ കണ്ടത്. പണ്ട് ആ പൂച്ച മരിച്ചപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന തന്നെ ജിയാൻ ഓർമ്മ വരുന്നു.